ഹലോ ചെങ്ങൈമാരെ, അമീറാണ് വീണ്ടും UP അങ്ങാടിയിൽ നിന്നും. ഇന്നൊരു സ്പെഷ്യൽ സന്തോഷം പറയാനാണ്. നമ്മൾ എത്ര ഡ്രൈവ് ചെയ്താലും ടൊയോട്ട ബ്രാൻഡിൽ എത്ര നമ്മൾ ലോങ് ഡ്രൈവ് ചെയ്താലും നമുക്ക് വീണ്ടും വീണ്ടും ഡ്രൈവ് ചെയ്യണം, അല്ലെങ്കിൽ മടുക്കാത്ത, അല്ലെങ്കിൽ വീണ്ടും നമുക്ക് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു അടിപൊളി വണ്ടിയുണ്ട്. അത് ഏതായിരിക്കും? ടൊയോട്ട വണ്ടിയിൽ ഇന്നോവനെക്കാളും എത്ര നമ്മൾ ഡ്രൈവ് ചെയ്താലും ഇപ്പോഴും ആൾക്കാർ അടിച്ചാപ്പിളാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് പണിയെടുപ്പിച്ച് കൊണ്ടുനടക്കുന്ന ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നുമായി പങ്കുവെക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ 2005 2006 രജിസ്ട്രേഷനിൽ അടിച്ചാപ്പൊളിന്ന് എടുത്ത് തന്നെ പറയണം. കാരണം എന്താ വെച്ചാൽ ഓൾ ഒറിജിനൽ വണ്ടി, ഒറിജിനൽ പെയിൻറ്റിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. UP ഇങ്ങനെ ഒരു വണ്ടി കിട്ടുകയെന്ന് പറഞ്ഞാൽ റയറാണ്. അതും RS ഏറ്റവും ടോപ്പ് മോഡൽ വണ്ടി. ഇതിപ്പോൾ ഞാനൊന്ന് പർച്ചേസ് ചെയ്തിട്ട് വരികയാണ്. ഏകദേശം ഒരു 260 കിലോമീറ്റർ ഞാനിപ്പോൾ വണ്ടി ഓടിച്ചിട്ട് ഇത് കണ്ടെയ്നർ ചെയ്യാൻ പോകണം. ഞാൻ മുന്നേ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടി. സ്റ്റാറ്റസ് കണ്ടിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വണ്ടി എടുക്കുന്ന ഒരു അച്ഛനുണ്ട്, പള്ളിയിൽ അച്ഛൻ. അത് നമ്മുടെ അടുത്ത് 2 ഇന്നോവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾ പറയുക എനിക്ക് ഈ വണ്ടി ആവശ്യമുണ്ട്, അമ്മ പർച്ചേസ് ചെയ്ത് തരുമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി പർച്ചേസ് ചെയ്തെടുത്തത്. അത്യാവശ്യം റിസ്ക് എടുത്തിട്ടാണ് ഈ വണ്ടിയെ പർച്ചേസ് ചെയ്തെടുത്തത്. കാരണം ഒരുപാട് ദൂരെ യാത്ര ചെയ്തിട്ടാണ് ഈ വണ്ടി എടുത്തിട്ട് വരുന്നത്. ഏകദേശം ഒറിജിനൽ പെയിൻ്റാണ്. പെയിൻ്റൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ചില പാച്ച് വർക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ സാധാരണ വണ്ടികൾക്ക് പാച്ച് വർക്കുകൾ ഉണ്ടാകും. പാച്ച് വർക്ക് മീൻസ് ഈ ബോഡി മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രാച്ചുകൾ, അതെല്ലാ വണ്ടിക്കും ഉണ്ടാവും. അത് ഇതിമേലുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ നാട്ടിൽ പോലും കോളീസ് കാണുമ്പോൾ അത്യാവശ്യം പാച്ചുകൾ ഉണ്ടാവാറുണ്ട്. ഇതിമേൽ കാര്യമായിട്ട് പാച്ചൊന്നും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും നല്ലൊരു കോളീസായിട്ടാണ് ഞാൻ നിങ്ങൾ മുന്നേ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ടോപ്പ് കാര്യങ്ങളൊന്നും പാച്ച് എന്നാണ് സംഭവമേ ഇല്ല. തുരുമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ഓടിച്ചു വരികയാണ്. സാധാരണ ഉള്ളതുപോലെ ഒന്നല്ല. ഡാഷൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. 7 സീറ്ററോട് കൂടി വരുന്ന RS. ഒന്ന് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് അടിക്കാനുള്ള അടുത്തൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയാൽ വണ്ടി വേറെ ലെവലാണ്. ഇൻറ്റീരിയലൊക്കെ ക്ലീൻ ആൻഡ് നീറ്റ് തന്നെ എടുത്ത് പറയണം. കണ്ടോ, AC ഒക്കെ പടാപ്പട് AC കാര്യങ്ങളൊക്കെയാണ്. ഗ്ലാസുകളടക്കം 2004 ഏറ്റവും വലിയ രസം. എന്നാലും ഈ വണ്ടി എടുത്ത നമുക്കും ഇത് ആവശ്യപ്പെട്ട അച്ഛനും അടിപൊളിയായിട്ട് വണ്ടി ഉപയോഗിക്കാം ധൈര്യമായിട്ട്. ഞാൻ ഈ പറഞ്ഞ വണ്ടിയിലേ ആരും എത്ര ഓടിച്ചാലും വീണ്ടും വീണ്ടും ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ മതി വരാത്ത വണ്ടി. അതാണ് എൻ്റെ ഈ ബാക്കിൽ കാണുന്നത്. ഈ വണ്ടിയുടെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്. ഇത് നമ്മളെ വീഡിയോ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് 2 ഇന്നോവകളൊക്കെ എടുത്തിട്ടുള്ളൊരു സ്ഥിരം പാലയിലുള്ളൊരു അച്ചായനുള്ള വണ്ടിയാണ്. അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ദൂരെ പോയിട്ടാണ് ഞാൻ വണ്ടി എടുത്ത് വരുന്നത്. ഞാൻ തന്നെ ഒരു 10-260 കിലോമീറ്ററാണ് വണ്ടി ഓടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന വണ്ടി നമ്മൾ പാലയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വണ്ടി ആവശ്യമുള്ളവർ ഈ കോളീസ് കിട്ടാനില്ല, റയറാണ്. ഇന്നോവ, ഫോർച്യൂണർ, ക്രിസ്റ്റ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ആവശ്യമുള്ളത് എത്രയും പെട്ടെന്ന് വിളിച്ചോ. നമ്മൾ നല്ല വിലക്ക് ലോ ബഡ്ജറ്റിൽ നമ്മൾ കൊടുക്കും. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ വണ്ടി ഞാൻ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് UP ജോയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ വണ്ടി ഞാൻ നിർത്തിയിട്ട് ഇപ്പം ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് UP ജോയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തിയേക്ക്. ഒരാൾ വന്നിട്ട് ചോദിച്ച് ഇതിപ്പോഴും ഉണ്ടോ ഇങ്ങനത്തെ വണ്ടി, എനിക്കും തരുമോ, ഇത് കൊടുക്കാനുള്ളതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിതിപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഇതുപോലത്തെ വണ്ടി കിട്ടുകയാണെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ ഇവിടെയും ഈ വണ്ടിക്ക് ഡിമാൻഡ് ഉണ്ട്. നമ്മൾ മറക്കണ്ട. അപ്പോൾ കോളീസ് അടിച്ചാപ്പൊളി വണ്ടി നമുക്ക് കാണാം.